നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇങ്ങനൊരു കിടക്കാച്ചി സ്വാഗതം ഒക്കെ പറഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളായി വീഡിയോ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. അപ്പൊ നമ്മള് 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ട്രിപ്പ് എന്തിന്റെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ കൂടി ഓക്കെ കുതിരയുടെ മാത്രല്ല അശ്വന്റെയും കൂടി ബർത്ത്ഡേ ആണ്. സോ ഈ ഒക്ടോബർ ഈ വീക്ക് നമ്മളുടെ ഒരു ബർത്ത്ഡേ വീക്കാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു അപ്പൊ ഒക്ടോബർ 12 കുഞ്ഞുമണിയുടെ, ഒക്ടോബർ 18 അശ്വന്റെയും ബർത്ത്ഡേ ആണ്. അപ്പൊ കുഞ്ഞുമണിക്ക് 5 വയസ്സാവും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത്തവണ ബർത്ത്ഡേ എവിടെയെങ്കിലും പോയി ട്രിപ്പ് പോവാം. അടുത്ത ആഴ്ച തൊട്ട് കുഞ്ഞുമണിയുടെ സ്കൂളിൽ തുടങ്ങുവാണ്. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്നത് 2 സ്ഥലത്താണ്. അപ്പൊ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? വക്കത്താനി അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യണേ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അവിടെയാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. അത് കാണിച്ചു തരാം. അത് കുഞ്ഞുമണിക്ക് പ്രത്യേകം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ബുക്ക് ചെയ്താൽ അങ്ങനെ. അവിടെ വേറൊന്നും കാണാനില്ല തോന്നുന്നു, അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റോട്രോവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു വരും. അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ടാവും. അവിടെ കുറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പം കുഞ്ഞുമണി എക്സൈറ്റഡ് ആണോ? എന്തൊരു എക്സൈറ്റഡാ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഇത് ഒറ്റ വീഡിയോ ആയിരിക്കില്ല, നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ടിടാം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഡേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തിലോളമായി. കാരണം കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ടൈമിലാണ് നമ്മൾ പോയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പ് ചെറിയ പണിയൊക്കെ തന്നെ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഒരു 3 വ്ളോഗിനുള്ള വീഡിയോ ഫുൾ എടുത്ത് വെച്ചുകൊണ്ട് നമുക്കത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു സങ്കടം. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന ടൈമും ഡേറ്റും ഒക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മളങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ടോപ്പോ എത്തി അല്ലേ? ടോപ്പോ നമ്മൾ ടോപ്പോയിൽ വന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയും ഉണ്ട് 2 മണിക്കൂറും കൂടെ യാത്ര. കുഞ്ഞുമണി മടുത്തു. കുഞ്ഞുമണി നോക്കിക്കേ, ഒരു ഹായ് പറഞ്ഞേ. അവൾ മടുത്തോളന്ന് ഉറങ്ങി ആസ് യൂഷ്വൽ. അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ സബ്വേയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അതിവിടെ ഉണ്ട്, പോയി കഴിച്ചിട്ട് വരാം അല്ലേ? കുഞ്ഞുമണി ഇപ്പൊ ഹാപ്പി ആയോ കുഞ്ഞുമണി? കുഞ്ഞുമണി കഴിക്കുന്നതിന് മുന്നേ ഉള്ള കുഞ്ഞുമണിയും കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുമണി. ഇത്രയുള്ളോ? ഹലോ ഗൈസ് ഉള്ളോ? അങ്ങനെ നമ്മൾ 4.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്ഥലത്തെത്തി. ചുറ്റും കാണുന്നത് അവോക്കാഡോ ഫാം ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് ഫുൾ മരവും അതിങ്ങനെ കാണുന്നത്. ഹലോ, അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മൾ എത്തിയിരിക്കുന്നത് വക്കത്താനില് തോൺടൺ റോഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യണേ. അപ്പോൾ അവിടെ സ്റ്റിൽ വാട്ടർ യാർഡ്, ഇതൊരു ഗ്ലാമ്പിംഗ് സൈറ്റ് ആണ്. സ്റ്റിൽ വാട്ടർ യാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമണിയുടെ സാധാരണ 5th ബർത്ത്ഡേ എല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ അവർക്ക് സ്കൂളിൽ പോയി തുടങ്ങാം. അപ്പോൾ അവരുടെ ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ. അപ്പോൾ കുഞ്ഞുമണിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചായിരുന്നു, നിനക്ക് എന്താണ് ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ ആയിട്ട് നടത്തണോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പോൾ അവളായിട്ട് ചൂസ് ചെയ്തതാണ് അവൾ പറഞ്ഞത് ആക്ച്വലി ക്യാമ്പിംഗ് സൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തിയതാണിത്. ഇതൊരു അവോക്കാഡോ ഫാം. അത് കണ്ടോ, ചുറ്റും അവോക്കാഡോ ഓർച്ചാർഡ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ഥലം ഭയങ്കര എന്താ പറയുക അടിപൊളി ഒരു അക്കോമഡേഷൻ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കുഞ്ഞുമണിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനടുത്ത് ബീച്ചുണ്ട് കേട്ടോ. സോ ഇതിന്റെ ബാക്ക് സൈഡ് ആട്ടോ. നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം, അകത്തെ വ്യൂ ഒക്കെ കാണാം.
ഇവിടെയൊക്കെ അവര് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നൈറ്റ് വ്യൂ കുറച്ചുകൂടെ രസമായിരിക്കും. അത് കാണിച്ചു അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് കണ്ടോ, നൈറ്റില് കിഡു വ്യൂ ആയിരിക്കും. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇപ്പോഴേ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് സോളാർ ലൈറ്റ്സ് ആണ്, ഇപ്പോഴേ കത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടില് ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യം ഗ്രില്ല് ചെയ്യാന്, പിസ്സ മേക്ക് ചെയ്യാനുള്ള സ്ഥലം, വൈകിട്ട് 2 അടിക്കാനുള്ള സ്ഥലം. ഒരു മിനിറ്റ് അമ്മ പറയട്ടെ. ഇത് ഹോട്ട് പൂളാണ്. അപ്പൊ ഇത് നൈറ്റില് തുറക്കുമ്പോ കാണിച്ചത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇത് ഹോട്ട് പൂളാണ്. അപ്പൊ നൈറ്റില് ഹോട്ട് പൂളിലൊക്കെ പോവാം. നമുക്ക് നമ്മുടെ യട്ടിനകത്തോട്ട് കയറാം കേട്ടോ. എക്സൈറ്റഡ് ആണോ? സോ വെൽക്കം. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നമ്മള് 1 നൈറ്റ് ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ 2 നൈറ്റ് ഒക്കെ വേണമായിരുന്നു അത്ര എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ബെഡ്, ഓക്കെ, TV ഉണ്ട്, ബെഡ് സൈഡ് ലാമ്പ്. അത്യാവശ്യം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം അല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ഇവിടെ വേറെ ബെഡ് ഉണ്ട്. നമ്മൾ ആദ്യം കേറി വന്നപ്പോഴേ ഈ ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ കുഞ്ഞുമണിക്ക് കിടക്കാൻ സെപ്പറേറ്റ്. ഓ മൈ ഗുഡ്നസ്, കുഞ്ഞുമണിക്ക് ഓൺ ബെഡ് ഉണ്ട്. ഇവിടെയൊക്കെ അവര് ലൈറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നൈറ്റ് വ്യൂ അടിപൊളിയായിരിക്കും. അവിടുന്ന് നേരെ ഓപ്പൺ ചെയ്തൊരു കിച്ചണിലോട്ടാണ് വരണേ. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അകത്ത് ആക്ച്വലി അവരൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, ടോസ്റ്റർ, കെറ്റില്, ഷുഗർ, കോഫി, അത്യാവശ്യം മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എണ്ണ, ടീ, കോഫിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. സ്പൂണ്, കാര്യങ്ങൾ അങ്ങനെയുള്ള വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1 നൈറ്റേ ഉള്ളൂ. തീപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ജഗ്, മഗ്, പ്ലേറ്റ്, ഗ്ലാസ് എന്നീ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഒരു ടോയ്ലറ്റ് ആണ്. ഒരു ഷവർ ഏരിയ ഉണ്ട്, സോപ്പ്, ടവൽസ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വീണ്ടും നേരെ നമ്മള് ഇങ്ങോട്ടേക്ക് വരുന്നു. ഗ്രില്ല് ചെയ്യാനുള്ള ഇവിടെ ഈ സൈഡിലോട്ട് വീണ്ടും അവോക്കാഡോ ഫാം ആണ്. ഇവിടെ ബീച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നടക്കാനുള്ള സ്ഥലത്ത് ബീച്ച്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പെട്ടെന്ന് റെഡി ആയിട്ട് ബീച്ചിൽ പോവാൻ, കാരണം ഈ ടൈമിലല്ലേ പോകാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ പുറത്ത് പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടോ. ഇതാണ് ഡേ വ്യൂ. ഇനി നൈറ്റിൽ അടിപൊളിയായിരിക്കും. നൈറ്റ് എന്ന് പറയാം. ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പം സ്പ്രിംഗ് അല്ല സ്റ്റാർട്ട് ചെയ്തത്. സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കണോണ്ട് 8 മണിയാവും രാത്രി ആവാൻ. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബീച്ചിലോട്ട് പോവാണ്. ബീച്ചിൽ ഇറങ്ങാനൊന്നും വഴിയില്ല. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം, കാരണം അത്യാവശ്യം തണുപ്പായി തുടങ്ങി. അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ ഒന്ന് പോയി കാലൊക്കെ ഒന്ന് നനച്ചിട്ട്, കാരണം ഇപ്പൊ ഇതിനകത്ത് ഓൾറെഡി ഹോട്ട് ബാത്ത് ഉണ്ട്. അപ്പൊ ഇനി ഇപ്പഴേ വെള്ളത്തിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് വരാം. അല്ലേ കുഞ്ഞുമണി? ഇതുകൊണ്ട് എക്സൈറ്റഡ് ആണോ? സോ അവിടെ ബീച്ച്, അതൊരു ലുക്ക് ഔട്ടാണ്.
പോവാണ്. റൂൾസ് ഒന്നും പറയില്ല, ഹോട്ട് ബാത്ത്. അപ്പോൾ നമ്മൾ മീൻ വൈ ഒരു സൈഡിൽ നമ്മുടെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ്. ഇതോടെ വീഴരുത് കേട്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മുങ്ങി പോവോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വൈനാട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ സെഷൻ അതെ ഫസ്റ്റ് ഡേ ഇവിടെ തീരാണ്. കുന്നുമണിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും പരിപാടിയുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. ഈ വീഡിയോ ഇപ്പൊ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തീർന്നിട്ടില്ല, ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. വലിയ സെലിബ്രേഷൻ തന്നെ, കുട്ടി ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം അങ്ങനെ നമ്മള് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും. ഇവിടെയല്ല, വേറെ സ്ഥലത്ത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അതുവരേക്കും ബൈ.